ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു കഥ പറയാനാണ്. അതായത് എന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാള് 24 മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ ജോലി ഉണ്ട് ആൾക്ക്. 1 മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ സമയവും ഇല്ല. എന്താ പറയാ, എന്തൊക്കെയാണ് പറഞ്ഞത്? അതല്ല, 5 മണി രാവിലെ 5 മണി 5:30 ആകുമ്പോൾ ഓഫീസിലെത്തണം. അപ്പം 5 മണിക്ക്, അതായത് ജിമ്മിലാണ് പണിയെടുക്കണം. അപ്പം 5 മണിയാകുമ്പോൾ എണീറ്റ് റെഡിയായി. 5 മണിയാകുമ്പോൾ എണീറ്റ് കുളിഞ്ഞൊന്നും ഉണ്ടാവാൻ വഴിയില്ല. 5 മണിയാകുമ്പോൾ എണീറ്റ്, അല്ലെങ്കിൽ 5:15 എണീറ്റിട്ട് പുള്ളി 5:30 പോകും. പക്ഷേങ്കില് ഉച്ചയ്ക്ക് 10:30 വരെ പണിയെടുക്കും. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യും. ഇതും കഴിഞ്ഞിട്ട് റൂമിൽ വന്നിട്ട് കിടന്നുറങ്ങും. 4 മണിയാകുമ്പോൾ, വൈകിട്ട് 4 മണിയാകുമ്പോൾ പിന്നെയും പോകും. 4:30 ആകുമ്പോൾ, അല്ല 4:15 ആകുമ്പോൾ പോകുമ്പോൾ 4:30 ആകുമ്പോൾ അവിടെ എത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെയും പണിയെടുക്കും. 11 മണി 12 മണി വരെ ആൾ പണിയെടുക്കും. വീട്ടിൽ വരും, കുക്ക് ചെയ്യും. ഇതൊക്കെ റെഗുലർ റൂട്ടീനായിട്ട് പോകുന്ന ആളാണ്. പക്ഷേ എങ്കിൽ എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ദിവസം വീട്ടിൽ വന്ന് കയറിയേക്കുക. വീട്ടിൽ വന്ന് കയറിയിട്ട് ഒരു ചാക്ക് നിറച്ച് ഗിഫ്റ്റ്. അപ്പോൾ എനിക്കൊക്കെ ആദ്യം കിട്ടുന്ന ഗിഫ്റ്റാണ് ചാക്ക് നിറച്ചൊക്കെ. അതും ഇങ്ങനെ എനിക്ക് എത്ര വയസ്സായോ അത്രയും എണ്ണമായിട്ടൊക്കെ പൊതിഞ്ഞ്, ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് പൊതിഞ്ഞ് കൊണ്ടുവന്നേക്കണം. ഞാൻ വിചാരിക്കുന്ന കാര്യം ഇതാണ്, എഫേർട്ടാണ് ഞാൻ പറയുന്ന കാര്യം. അതായത് ആൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. വെറുതെ എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ട് തന്നാലും മതി, തന്നില്ലെങ്കിലും കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഓരോ ദിവസവും കൃത്യമായിട്ട് ഇത്ര എണ്ണം വെച്ച് പൊതിഞ്ഞ്, സമയം കിട്ടുമ്പോൾ വെച്ച് പൊതിഞ്ഞ്, ഒറ്റയടിക്കുമ്പോൾ അത്രയും കൃത്യമായിട്ട് അത്രയും വൃത്തിയായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എടുത്ത എഫേർട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ഭയങ്കര വലിയ കാര്യമാണ്. അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഒരിക്കലും വിടരുത്. പക്ഷേ എങ്കിൽ ഞാനീ പറയുന്നത് വേറെ ആരെയും പറ്റിയല്ല, എൻ്റെ അനിയത്തിനെ പറ്റിയാ. ഇതാണ് ആ പൊട്ടൻ, എൻ്റെ ചക്കരക്കുട്ടൻ. എൻ്റെ ക്രീമൊക്കെ പോയല്ലോ ദൈവമേ. ഇത് മറ്റേ പാട്ട് പാടിയിട്ട് കൊണ്ടുവിടണ്ടേ? വരുമ്പോ സന്തോഷമുള്ള പാട്ടൊക്കെ, ഇനിയിപ്പോ സങ്കടമുള്ള പാട്ടാണെങ്കിലും സന്തോഷമായിട്ട് പാടും. തിരിച്ച് കൊണ്ടുവിടാൻ പോകുമ്പോൾ സന്തോഷമുള്ള പാട്ടാണെങ്കിൽ കരഞ്ഞു പാടിയിട്ടാ ഇതൊക്കെ കരഞ്ഞോണ്ട് പാടും. വരുമ്പോ ഈ പാട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പാടും. തിരിച്ച് കൊണ്ടുവിടാൻ പോണ വഴി മറ്റേ നിർത്തല പാട്ടേതോ, ഈ പാട്ടൊക്കെ ഭയങ്കര കരഞ്ഞോണ്ട് കൊണ്ടാക്കും. ഞാൻ പറഞ്ഞു തെൻ്റെ അടുത്ത് നാളെ പോയാൽ മതി. കേട്ടില്ലടാ, കേട്ടില്ല ഗൈസ്, കേട്ടില്ല. എവിടെ? പിന്നെ ഒരു കാര്യം പറയട്ടെ, ആളൊരു ട്രെയിനറാണ് ജിമ്മിൽ. എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണമെങ്കിൽ ആളോട് പറഞ്ഞാൽ മതി. രഹസ്യമാണ്. ബൈ ബൈ.